ഹലോ, എല്ലാവർക്കും ലീഡ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന SSLCയുടെ ഏറ്റവും പുതിയ സിലബസിൽ 10ാം ക്ലാസ്സിൻ്റെ 5ാമത്തെ പാഠം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഇല്ലെങ്കിൽ രണ്ടാം കൃതി സമവാക്യമാണ്. ഓക്കെ, ഈ വർഷം ടെക്സ്റ്റ് നിങ്ങൾക്കറിയാം, ആ പാഠം എന്താണ്, കുറച്ചും കൂടി ചെറുതാണ്. ഇക്വേഷൻസ് ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്കൊന്നും പോകുന്നില്ല, വളരെ ചെറുതായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ആ പാഠം തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല എളുപ്പവുമായിരിക്കും. ഓക്കെ, ബുദ്ധിമുട്ടുള്ള പാഠമല്ല, എളുപ്പമുള്ള പാഠമാണ്. ഇക്വേഷൻ ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ആൻസർ സുഖമായിട്ട് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ റെഡിയല്ലേ? ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ വർഗ തികവ് അല്ലെങ്കിൽ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലെ ഒരു പോർഷനാണ്, ഒരു ഭാഗമാണ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അല്ലെങ്കിൽ വർഗ തികവ് എന്ന് പറയുന്നത്. ആ മെത്തേഡിലുള്ള ഒരു കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. റെഡി അല്ലേ? ഓക്കെ, നോക്കാം. വൺ സൈഡ് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 20 meters longer than the other. ലോങ്ങർ ദാൻ, മോർ ദാൻ, ലോങ്ങർ ദാൻ എന്നൊക്കെ വന്നാൽ എന്ത് ചെയ്യണം? ലോങ്ങർ ദാൻ, മോർ ദാൻ, ഗ്രേറ്റർ ദാൻ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം അവിടെ എന്താണ് വരേണ്ടത്, പ്ലസ് ആണ് വരുന്നത്. അത് കൂട്ടുകയാണ്. ഞാൻ വളരെ സിമ്പിളായ രീതിയിൽ പറയാണ് കേട്ടോ. ഓക്കെ, പ്ലസ് അവിടെ വരണം, കൂട്ടണം. അതായത് വൺ സൈഡ് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 20 meters മോർ ദാൻ അല്ലെങ്കിൽ ലോങ്ങർ ദാൻ ലോങ്ങർ ദാൻ ദി അതർ. ഓക്കെ, അതായത് ഒരു വശം എക്സ് ആണെങ്കിൽ അടുത്ത വശം അതിനേക്കാൾ 20 കൂടുതലാണ്. അപ്പം നമുക്ക് എന്ത് എഴുതാം, എക്സും അടുത്തത് x+20 എന്ന് എഴുതാം, x+20 എന്നും എഴുതാം. ഓക്കെ, ഇവിടെ ഭയങ്കര എളുപ്പമാണ് ഈ സാധനം, ബീജഗണിതം ഇല്ലെങ്കിൽ ഓൾജിബ്ര എന്ന് പറയുന്നത്. എന്താ ഓൾജിബ്ര അല്ലെങ്കിൽ ബീജഗണിതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ആ നമ്പറുകൾക്ക് പകരം ലെറ്ററുകൾ കൊടുത്തെഴുതുന്ന രീതിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തറിയില്ല, വശങ്ങൾ അറിയില്ല, വശങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാം, ലെറ്റ് സൈഡ്സ് ഈസ് ഈക്വൽ ടു വശങ്ങൾ സമം വശങ്ങൾ. വശങ്ങളെ നമ്മൾ എങ്ങനെ എടുക്കുകയാണ്, വശങ്ങൾ സമം നമ്മൾ എടുക്കുകയാണ്. ഒരു വശം എക്സ് എന്നെടുത്താൽ അടുത്തത് 20 കൂടുതലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് എത്രയായിരിക്കും, x+20 ലോങ്ങർ ദാൻ. ലെസ് ദാൻ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ എന്ത് വരേണ്ടി വരും, മൈനസ് വരേണ്ടി വരും. കുറവാണ് എന്ന് പറയുമ്പോൾ കൂടുതലാണ് ഇല്ലേ? ചോദ്യം നോക്ക്, ഒരു ചതുരത്തിൻ്റെ ഒരു വശം മറ്റൊരു വശത്തേക്കാൾ 20 മീറ്റർ കൂടുതലാണ്, ലോങ്ങർ ദാൻ. അതുകൊണ്ടാണ് നമ്മൾ അവിടെ എന്ത് കൊടുത്തത്, പ്ലസ് എന്നെഴുതിയത്. ഒരു സൈഡ് എക്സ് ആണെങ്കിൽ അടുത്ത സൈഡ് x+20, x+20. ദെൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നു ആൻഡ് ഇറ്റ്സ് ഏരിയ ഈസ് 200 ആൻഡ് ഏരിയ എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, 224 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. സ്ക്വയർ മീറ്റേഴ്സ് എന്നാക്കണം കേട്ടോ, കാരണം ഇവിടെ തന്നിരിക്കുന്ന മീറ്ററിലാണ്. സ്ക്വയർ മീറ്റേഴ്സ്. വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ്? അതായത് ചതുരത്തിൻ്റെ പരപ്പളവ് 224 ചതുരശ്ര മീറ്റർ ആണെങ്കിൽ വശങ്ങളുടെ നീളം എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ നമുക്കിവിടെ തന്നിട്ടുള്ളത്, ഏരിയ ആണ് തന്നിട്ടുള്ളത്. ഏരിയ അല്ലെങ്കിൽ പരപ്പളവ്. എന്താണ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ, ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ, ചതുരത്തിൻ്റെ പരപ്പളവ്, ചതുരത്തിൻ്റെ പരപ്പളവ്. പറഞ്ഞേ എന്താണ് ചതുരത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, നീളം ഇൻറ്റു വീതി അല്ലെങ്കിൽ വീതി ഇൻറ്റു നീളം ആണോ? ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടുത്തെ നീളവും വീതിയും നമുക്കറിയാം. ഒന്ന് എത്രയാണ്, എക്സ് ആണ്. അടുത്തത് എത്രയാണ്, അതിനേക്കാൾ 20 കൂടുതലാണ്, x+20 ആണ്, x+20 ആണ്. അങ്ങനെയെങ്കിൽ നമുക്കിവിടെ ഇങ്ങനെ എഴുതിക്കൂടെ, വിച്ച് ഈസ് ഈക്വൽ ടു x+20 അല്ലേ, ഇൻറ്റു എക്സ്, നീളം ഇൻറ്റു വീതി. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യണം. എന്ത് ചെയ്യണം, ഇതിൻ്റെ ബ്രാക്കറ്റിന് പുറത്തുള്ളതും കൊണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള നമ്പറുകൾ എന്ത് ചെയ്യണം, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇങ്ങനെയല്ലേ ഗുണിക്കുക, എക്സ് ഇൻറ്റു എക്സ് എത്രയാ, എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ. പ്ലസ് അല്ലേ ഇവിടെ ചിഹ്നം ഉള്ളത്, പ്ലസ് ഇട്ടേക്കുക, മൈനസ് ആണ് മൈനസ് ആണ് കേട്ടോ. ദെൻ എക്സ് ഇൻറ്റു 20 എത്രയാ, 20
എക്സ് എന്ന് നമുക്ക് കിട്ടി. അത് എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ഏരിയ എത്രയാണെന്ന് പറഞ്ഞത് 224 224 എന്ന് തന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടി. രണ്ടാം ഡിഗ്രി സമവാക്യം ഇവിടെ കിട്ടിയില്ലേ? കിട്ടി. നമുക്ക് നോക്കാം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 20x ഈസ് ഈക്വൽ ടു 224 224. ഓക്കെ, ഇനി എങ്ങനെയാണ് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഞാനൊരു നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലൊരു സിമ്പിൾ കാര്യം പറഞ്ഞു തരാം. ഇവിടെ ശ്രദ്ധിക്കാം. ഇവിടെ നോക്ക്, എക്സ് സ്ക്വയർ പ്ലസ് 20x പ്ലസ് ആണ് ഇടുന്നത് കേട്ടോ, ഓൾവേസ് പ്ലസ്. ഇതിൻ്റെ പകുതി, അതായത് എക്സിൻ്റെ കൂടെയുള്ള നമ്പർ ഏതാ? 20. ഇതിൻ്റെ പകുതിയുടെ സ്ക്വയർ 20ൻ്റെ പകുതിയുടെ, അതായത് ഡിവൈഡ് ബൈ അതിൻ്റെ സ്ക്വയർ. 20ൻ്റെ പകുതി എത്രയാണ്? 10 ആണല്ലേ. ഇങ്ങനെ എഴുതൊന്നും വേണ്ട കേട്ടോ, മനസ്സിലാകാൻ വേണ്ടി മാത്രം പറഞ്ഞിട്ടുണ്ട്. 10ൻ്റെ സ്ക്വയർ എത്രയാണ്? 100 ആണ്, നമുക്ക് അറിയാം അല്ലേ. 10 സ്ക്വയർ ഈസ് ഈക്വൽ ടു 100 എന്ന് നമുക്ക് അറിയാം. അപ്പോൾ അങ്ങനെ എഴുതി വെക്കുകയൊന്നും വേണ്ട, മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആദ്യത്തെ വട്ടമൊക്കെ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. ഇവിടെയുള്ള എക്സിൻ്റെ കൂടെയുള്ള സംഖ്യ, ഓക്കെ, അതായത് രണ്ടാമത്തെ ടേം എക്സ് സ്ക്വയർ കഴിഞ്ഞാലുള്ള ടേം, അതിൻ്റെ പകുതിയുടെ വർഗം കൂട്ടണം. അതായത് എത്രയാണ്? 20ൻ്റെ പകുതി 10, 10ൻ്റെ സ്ക്വയർ 100, വിച്ച് ഈസ് ഈക്വൽ ടു 224. ശരിയാണോ? അല്ല. കാരണം നമ്മൾ ഇപ്പുറം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 100 കൂട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് 100 കൂട്ടണം. നമ്മൾ എന്ത് കാണിക്കാൻ പാടില്ല? പാഷ്വാലിറ്റി കാണിക്കാൻ പാടില്ല, തിരിച്ചു വ്യത്യാസം കാണിക്കരുത്. ഇവിടെ കൊടുത്താൽ എന്ത് ചെയ്യണം? അവിടെയും കൊടുക്കണം. അങ്ങനെയെങ്കിൽ ഇവിടെ 100 കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്ത് 100 കൂട്ടാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി? ബാലൻസ്ഡ് ആയി. ഇല്ലെങ്കിൽ ഒരു സ്ഥലത്ത് 100 കൂടി ഇപ്പുറം ഒന്നും ചെയ്തിട്ടില്ല. ഇവൻ എന്ത് ചെയ്യണം? നമുക്ക് ബാലൻസ് ആക്കി വെക്കണം. ഇപ്പം ഇവൻ എന്ത് ചെയ്തു? കറക്റ്റ് ബാലൻസ്ഡ് ആയി. അങ്ങനെയെങ്കിൽ നമുക്ക് ഇനി ഒന്ന് നോക്കാം. ഇനി നിങ്ങൾക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എക്സ് സ്ക്വയർ പ്ലസ് 20x പ്ലസ് 100 ഈസ് ഈക്വൽ ടു 224 100. നമുക്ക് എന്ത് കിട്ടി? 324 324 എന്ന ആൻസർ കിട്ടി. 324 എന്ന ആൻസർ കിട്ടി. ഇത് തന്നെ എടുത്ത് എഴുതുകയാണ് ചെയ്തത്. ഇവിടെ മാത്രം ഞാൻ കൂട്ടി എഴുതി, വേറെ ഒന്നും ഇല്ല. ഇനി അടുത്ത സ്റ്റെപ്പ് ഒന്ന് ശ്രദ്ധിക്കുക. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വളരെ സിമ്പിൾ. അപ്പോൾ നോക്കാം. വിച്ച് സിംപ്ലൈസ്, ഇവിടെ നോക്ക്, എക്സ് സ്ക്വയർ ഉള്ളിടത്ത് സ്ക്വയർ ഇല്ലാതെ ഞാൻ എക്സ് എഴുതാണ്. എൻ്റെ കളർ ഒന്ന് മാറ്റിയേക്കട്ടെ. ഓക്കെ, സ്ക്വയർ ഇല്ലാതെ ഞാൻ എന്ത് എഴുതുന്നു? എക്സ് എഴുതുകയാണ്. എക്സ് സ്ക്വയർ ഒഴിവാക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടുത്തെ ചിഹ്നം പ്ലസ് ആണെങ്കിൽ പ്ലസ്. ഇനി ഇതിൻ്റെ പകുതിയുടെ സ്ക്വയർ അല്ലേ നമ്മൾ എടുത്തത്? ഇതിൻ്റെ പകുതി എത്രയാണ്? 20ൻ്റെ പകുതി എത്രയാണ്? 10 ഓൾ സ്ക്വയർ എന്നെഴുതുക. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 20x പ്ലസ് 100 എന്ന് പറയുന്നത് ഏതിൻ്റെ എക്സ്പാൻഡഡ് ഫോമാണ്? എക്സ് പ്ലസ് 10 ഓൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഡഡ് ഫോമാണ്. സംശയമുണ്ടെങ്കിൽ എ പ്ലസ് ബി ഓൾ സ്ക്വയർ അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾ വെറുതെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയേ. ഞാൻ എന്തായാലും ഇപ്പം ചെയ്യുന്നില്ല, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ചെയ്തു തരാം. ഓക്കെ, ഇതിൻ്റെ എക്സ്പാൻഡഡ് ഫോം ആയിരിക്കും. ഞാൻ ഇതിൻ്റെ വളരെ ഷോർട്ട് കട്ടാണ് പറഞ്ഞത് കേട്ടോ. ഷോർട്ട് കട്ട് എന്ത് ചെയ്താൽ മതി? ഇവനെ നമ്മൾ കാര്യമേ ആക്കണ്ട. എന്ത് ചെയ്യുക? സ്ക്വയർ ഒഴിവാക്കിയിട്ട് എഴുതി. പ്ലസ് ആണെങ്കിൽ പ്ലസ് എഴുതി, മൈനസ് ആണെങ്കിൽ മൈനസ് എഴുതാം. ഇതിൻ്റെ പകുതി ഇവിടെ എഴുതി ബ്രാക്കറ്റ് ഇട്ട് അങ്ങ് സ്ക്വയർ ഇട്ടോളുക കേട്ടോ. എല്ലായ്പ്പോഴും അത് അങ്ങനെ തന്നെ ആയിരിക്കും. ദെൻ 324. സാറേ ഈ 100 എവിടെ പോയി? ഞാൻ പറഞ്ഞല്ലോ, ആ 100 എവിടെ പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വലിയ മുഴുവൻ ടേമിൻ്റെയും ഷോർട്ട് ഫോമാണിത്. അതായത് എക്സ് പ്ലസ് 10 ഓൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്താൽ, വിപുലീകരിച്ചാലാണ് നമുക്ക് ഇത്രയും വലിയ നമ്പർ കിട്ടുക. അതുകൊണ്ടാണ് നമ്മൾ അവനെ കണക്കാക്കാത്തത് കേട്ടോ. കണക്കാക്കിയത് തന്നെയാണ്, ബട്ട് നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡാണ് ഉപയോഗിച്ചത്. ഷോർട്ട് കട്ട് മെത്തേഡ് ഇങ്ങനെയാണ്: എക്സ് സ്ക്വയർ കളഞ്ഞ് എക്സ് എഴുതുക, പ്ലസ് ഇതിൻ്റെ പകുതി എഴുതുക, സ്ക്വയർ ഇട്ടേക്കുക. അത് തന്നെയായിരിക്കും. ഓക്കെ, ദെൻ ഇനി നിങ്ങൾക്കറിയാം സ്ക്വയർ കളയാൻ എന്ത് ചെയ്യണം? സ്ക്വയർ കളയാൻ റൂട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് റൂട്ട് എടുക്കാം. ദെൻ എക്സ് പ്ലസ് 10 വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് 324.
4. സ്ക്വയർ കളയാൻ വേണ്ടി നമ്മൾ അവിടെ എന്ത് ചെയ്തു? റൂട്ട് എടുത്തു. ദെൻ അടുത്ത സ്റ്റെപ്പ് എക്സ് പ്ലസ് 10 ഈസ് ഈക്വൽ ടു, റൂട്ട് അറിയാമല്ലോ നമുക്ക്, 324ൻ്റെ റൂട്ട് നമുക്ക് അറിയാം. എത്രയാണ്? 18 എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ എന്തെഴുതി? 18 എന്നെഴുതി. പ്ലസ് ഓർ മൈനസ് 18, 18 എന്നാണ് വരിക കേട്ടോ. കാരണം പോസിറ്റീവ് 8ഓ മൈനസ് 8ഓ അത് പിന്നെ വരാം. നമുക്ക് പിന്നെ അടുത്ത പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് 2 സൊല്യൂഷൻ, 2 മൂല്യങ്ങൾ, വാല്യൂസ്, ഉത്തരങ്ങൾ വരുന്ന എന്താണ് ചോദ്യങ്ങളുണ്ട്, അവിടേക്ക് ചിന്തിക്കാം. നമുക്കിപ്പോൾ 18 എന്ന് പഠിച്ചാൽ മതി. നമുക്കിനി ആരെ വേണം? എക്സിനെ മതി. ആരെ വേണ്ട? പ്ലസ് 10നെ വേണ്ട. വേണ്ടാത്തവന്മാരെ നമുക്കങ്ങ് തട്ടിയേക്കാം. നമുക്കറിയാം സമത്തിന് അപ്പുറം പോയി കഴിഞ്ഞാൽ പ്ലസ് എന്താവും? മൈനസ് ആവും. അങ്ങനെയെങ്കിൽ പ്ലസിന് അപ്പുറത്തേക്ക് തട്ടിയാൽ എന്താവും? 18 മൈനസ് 10 എന്നാവും. സോ എക്സ് സമം 18 നിന്ന് 10 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? 8 എന്ന് കിട്ടും. എത്ര കിട്ടി നമുക്ക് ആൻസർ? എക്സ് ഈസ് ഈക്വൽ ടു 8 എന്ന് നമുക്ക് കിട്ടി. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എക്സ് ആണോ? അല്ല, നമ്മൾ സൈഡ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, വശങ്ങൾ. അങ്ങനെയെങ്കിൽ ആൻസർ എഴുതുമ്പോഴും ശ്രദ്ധിക്കണം, കംപ്ലീറ്റ് ആയിട്ട് എഴുതണം. സൈഡ്സ് അല്ലെങ്കിൽ വശങ്ങൾ സമം, വശങ്ങൾ സമം നമ്മൾ എക്സ് എന്നും എക്സ് പ്ലസ് 20 എന്നുമാണ് എടുത്തിരുന്നത്. ആണോ? ഓർമ്മയില്ലേ? എക്സും എക്സ് പ്ലസ് 20 എന്നും എടുത്തത്. അപ്പോൾ എക്സ് എത്ര കിട്ടി? 8. ദെൻ എക്സ് പ്ലസ് 20 എന്നാണ് നമ്മൾ അടുത്തത് എടുത്തത്. എക്സ് പ്ലസ് 20, എക്സ് 8 ആണെങ്കിൽ 8 പ്ലസ് 20 എത്രയാണ്? 28. നമുക്ക് 28 മീറ്ററിലാണ് എടുത്തത് അല്ലേ? അങ്ങനെയെങ്കിൽ 8 മീറ്റർ എന്നും 28 മീറ്റർ എന്നും നമുക്ക് ആൻസർ കിട്ടും. ആൻസർ കംപ്ലീറ്റ് എഴുതണം. എന്താണോ ചോദിച്ചത് അതിൻ്റെ ഉത്തരം എന്ത് ചെയ്യണം? എഴുതി വെക്കണം. എക്സ് വരെ എഴുതിയിട്ട് നിർത്തരുത്. ആൻസർ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ആയിരിക്കണം. മനസ്സിലായോ? അടുത്ത ചോദ്യം. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇവിടെയുണ്ട്. One of the perpendicular sides of a right triangle is 2 centimeter more than the other. The area of the triangle is 24 square centimeters. What are the length of these sides? ഒരു മട്ടത്രികോണത്തിൻ്റെ ലംബവശം മറ്റൊന്നിനേക്കാൾ 2 സെൻറ്റിമീറ്റർ കൂടുതലാണ്. ത്രികോണത്തിൻ്റെ പരപ്പളവ് 24 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണെങ്കിൽ വശങ്ങളുടെ നീളം കണക്കാക്കുക. അപ്പോൾ ആ സൈഡ്സിൻ്റെ ലെങ്ത് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? റഫായിട്ട് ഒരു ത്രികോണം ഒന്ന് വരച്ച് വയ്ക്കുക. ഇങ്ങനത്തെ ചോദ്യങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ, നമ്മൾ റഫ് ഫിഗർ വരച്ച് വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇത് നമ്മൾ റഫ് ഫിഗർ വരച്ച് വെച്ച ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, ചോദ്യത്തെ കുറച്ചും കൂടി നമുക്ക് ഇൻവോൾവ് ആകാൻ പറ്റും. ഇനി ചോദ്യം നമുക്ക് മനസ്സിലാകാത്ത അവസ്ഥയെ പോലും ചിത്രം വരച്ചു വെച്ച് കഴിഞ്ഞാൽ, അറിയാവുന്ന വെച്ചൊരു ചിത്രം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉറപ്പായിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ നോക്ക്, ഒരു മട്ടത്രികോണം, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പം ഞാനിവിടെ 90 ഡിഗ്രി എന്ന് അടയാളപ്പെടുത്തി കേട്ടോ. മട്ടത്രികോണം, അതിൻ്റെ ലംബവശങ്ങൾ, ഇതാണ് 2 ലംബവശങ്ങളില്ലെങ്കിൽ പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വശങ്ങൾ ഒരെണ്ണം മറ്റൊന്നിനേക്കാൾ 2 സെൻറ്റിമീറ്റർ എന്താണ് കൂടുതലാണെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഒരു സൈഡ് എന്ത് ചെയ്യുക? എക്സ് എന്നങ്ങ് എടുത്തേക്കുക. അടുത്തത് 2 സെൻറ്റിമീറ്റർ കൂടുതൽ എന്നല്ല പറഞ്ഞ്, ഗ്രേറ്റർ ദാൻ എന്നാണ് പറഞ്ഞത് അല്ലേ? കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്ത് എഴുതണം? മോർ ദാൻ എന്നൊക്കെ, ഗ്രേറ്റർ ദാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ആണ്, എക്സ് പ്ലസ് 2. ഓക്കെ, നമുക്ക് എഴുതാം. ലെറ്റ് ദ സൈഡ്സ് ഈസ് ഈക്വൽ ടു, ലെറ്റ് ദി സൈഡ്സ് ഈസ് ഈക്വൽ ടു, ഇല്ലെങ്കിൽ വശങ്ങൾ സമം, നമുക്ക് എന്തെടുക്കാം? ഒരെണ്ണം എക്സ് എന്നും അടുത്തത് എക്സ് പ്ലസ് 2 എന്നും എടുക്കാം. കാരണം 2 കൂടുതലാണ്. ഇനി ത്രികോണത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ ഏരിയ, കാരണം ഇവിടെ തന്നിരിക്കുന്ന കാര്യം അടുത്ത ഏരിയ ആണ്. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ, ത്രികോണത്തിൻ്റെ പരപ്പളവ്, ത്രികോണത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാ? നിങ്ങൾക്കറിയാം, എന്താണ്? ഹാഫ് BH അല്ലേ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ മട്ടത്രികോണമാണ്, ഇത് ബേസ് ആണ്, 90 ഡിഗ്രി ഉള്ള വരയായതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഹൈറ്റുമാണ്, ഉയരവുമാണ്. ഓക്കെ, ഇങ്ങനത്തെ ത്രികോണമൊക്കെ തന്നു കഴിഞ്ഞാൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെടുക്കണം? ഇതാണ് ബേസ്, ഹൈറ്റ് ഇവിടെ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് ലംബമായിട്ട് വരയ്ക്കുന്ന ഈ നീളമായിരിക്കും ഹൈറ്റായിട്ട് കൺസിഡർ ചെയ്യുക.
ഓക്കെ, ഇവിടെ പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, വട്ടത്രികോണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ബേസും ഇത് തീർച്ചയായിട്ടും എന്തായിരിക്കും, ഹൈറ്റും ആയിരിക്കും. ഞാനൊരു കണ്ടീഷൻ ഇവിടെ പറഞ്ഞെന്ന് മാത്രം കേട്ടോ. ഓക്കെ, അങ്ങനെയും വരാലോ, നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. ദെൻ ഹാഫ് ബി എച്ച് വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്, ബേസ് എക്സ് ആണ്, എക്സ് ഇൻറ്റു ദെൻ ഹൈറ്റ് എത്രയാണ്, എക്സ് പ്ലസ് 2 ആണ്. ഈ ഏരിയ എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ പരപ്പളവ് 24 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്, 24 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട്. തന്നിട്ടില്ലേ, ക്വസ്റ്റിനകത്തില്ലേ, എവിടെ 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 ഇതാണോ, 24 ചതുരശ്ര സെൻറ്റിമീറ്റർ അല്ലേ, സോറി യെസ് 24 ചതുരശ്ര സെൻറ്റിമീറ്റർ 24 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ അതുകൊണ്ട് നമ്മളത് അവിടെ എഴുതി വെച്ചു. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഇല്ല. ഇനി ഈ ഡിവൈഡഡ് ബൈ 2 ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഈ ഡിവൈഡ് ബൈ 2 നമുക്ക്, അതായത് ഇൻറ്റു 1/2 എന്നുള്ളത്, ഈ 1/2 നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. ഓക്കെ, ഗുണിക്കണം എന്നാണ് കേട്ടോ, അതായത് 1/2 ആണ് അങ്ങോട്ട് കൊണ്ടുവന്നത്. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ നോക്ക്, ഇത് ഡിവൈഡ് ബൈ 2 അല്ലേ, നിങ്ങൾക്കറിയാലോ, ഹരിക്കണം എന്നുള്ളത് അപ്പുറം പോകുമ്പോൾ എന്താവും, ഗുണിക്കണം എന്നാവും, അറിയാലോ, മൾട്ടിപ്ലിക്കേഷൻ ആവും. അതായത് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു, ഈ 2 അങ്ങോട്ട് കൊണ്ടുപോയി, അപ്പോൾ എന്ത് കിട്ടി, 24 ഇൻറ്റു 2. സാറേ 2 മാത്രമല്ലേ കൊണ്ടുപോയത്, 1 എവിടെ പോയി, 1 അവിടെയുണ്ട്, 1 ഇൻറ്റു, അതായത് ഈ 1/2 ഈ 2 നമ്മൾ പെറുക്കിക്കൊണ്ട് പോയത്. ഓക്കെ, ആ 2 അവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ 2 അങ്ങോട്ട് കൊണ്ടുപോയി ഇൻറ്റു 2 എന്ന് എഴുതി. പിന്നെ ഏതാ ഉണ്ടാവുള്ളൂ, 1 മാത്രമേ ഉണ്ടാവുള്ളൂ. 1 കൊണ്ട് ഏത് നമ്പറിനെ ഗുണിച്ചാലും അത് തന്നെയല്ലേ കിട്ടുള്ളൂ. 1 ഇൻറ്റു 1 1, 1 ഇൻറ്റു 2 2, 1 ഇൻറ്റു 3 3, 1 ഇൻറ്റു എക്സ്. അതുകൊണ്ടാണ് നമ്മൾ ആ 1 അവിടെ എഴുതാത്തത്. നമ്മൾ ബുദ്ധിപൂർവ്വം എന്ത് ചെയ്തു, ഈ 2 അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. ഇനി നോക്ക്, നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ബ്രാക്കറ്റ് നമുക്ക് ഒന്ന് ഒഴിവാക്കാം. അതിനു വേണ്ടി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് എക്സ് ഇൻറ്റു എക്സ് അല്ലേ, ബ്രാക്കറ്റിനോട് ഗുണിക്കണം എന്നല്ലേ, എക്സ് ഇൻറ്റു എക്സ് എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 2 ഏതാണ്, 2x ഇസ് ഈക്വൽ ടു 24 ഇൻറ്റു 2 48 എന്ന് കിട്ടി. 24 അല്ലേ, 24 ഇൻറ്റു 2 നമുക്ക് എത്ര കിട്ടി, 48 എന്ന് കിട്ടി. ഇനി നോക്കാം, ദെൻ ഇനിയാണ് നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ ഉപയോഗിക്കുന്നത്, വർഗത്തിക ഉപയോഗിക്കുകയാണ്. എക്സ് സ്ക്വയർ പ്ലസ് 2x, അതായത് ഇതിൻ്റെ ഒരു എക്സിൻ്റെ കൂടെയുള്ള സംഖ്യയുടെ പകുതിയുടെ വർഗം. ഓക്കെ, ഹാഫ്, അതിൻ്റെ പകുതി എടുക്കണം, അതിൻ്റെ സ്ക്വയർ, അതായത് 2 അവിടെ ഉള്ളത്, 2ൻ്റെ പകുതി ഡിവൈഡ് ബൈ 2 സ്ക്വയർ, 2ൻ്റെ പകുതി എത്രയാ, 1, ഒരു സ്ക്വയർ എത്രയാണ്, 1. ഓക്കെ, ഇത് മനസ്സിൽ കണക്ക് കൂട്ടാവുന്നേ ഉള്ളൂ. 2ൻ്റെ പകുതി 1, 1ൻ്റെ സ്ക്വയർ 1, അതായത് ഒരു സ്ക്വയർ ആണ് ഇവിടെ കൂട്ടിയത്. അപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്യാൻ ഇവിടെയും എന്ത് ചെയ്യണം, ഒരു സ്ക്വയർ കൂട്ടണ്ടേ, ബാലൻസ് ആവണ്ടേ ഇത്. യെസ്, ഇനി നമുക്ക് ഇതൊന്നിങ്ങനെ എടുത്തെഴുതാം, എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഈസ് ഈക്വൽ ടു അല്ലേ, 1 സ്ക്വയർ 1 48 1 49. അപ്പം എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. ലിസൺ, ഇനി ഇത് ഏതിൻ്റെയാണ്, ഏത്, പിന്നെ നമുക്കവിടെ നോക്കി, നമ്മൾ പരിചയമുള്ള സാധനം തന്നെയാണ്. നമുക്കറിയാം ഇത് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്തതാണെന്ന് അറിയാം, കാരണം ഇതേപോലത്തെ ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ പോട്ടെ, നമ്മൾ ചെയ്ത പോലെ തന്നെ അത് ചെയ്യാം. നമുക്ക് ഏതാ നമ്പർ, എക്സ് പ്ലസ് ഇതിൻ്റെ പകുതി 1, ഇനി ഒന്നും നോക്കണ്ടെന്നാണ് പറഞ്ഞല്ലേ, ഹോൾ സ്ക്വയർ ഇട്ടേക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു 49 49. സ്ക്വയർ കളയാൻ നമുക്ക് റൂട്ട് എടുക്കാം, അങ്ങനെയെങ്കിൽ എക്സ് പ്ലസ് 1 സമം റൂട്ട് 49. ക്ലിയർ അല്ലേ, നോക്കിക്കേ, എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു റൂട്ട് 49 നമുക്ക് എല്ലാവർക്കും അറിയാം, അതെത്രയാണ്, 7ആണ്, കാരണം 7ൻ്റെ സ്ക്വയർ ആണ് 49. ദെൻ എക്സ് ഈസ് ഈക്വൽ ടു 7 പ്ലസ് 1 അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ -1 അല്ലേ, നമുക്ക് എക്സ് മതി, അപ്പോൾ +1 നമുക്ക് അങ്ങ് തട്ടിയേക്കാം. അപ്പോൾ +1 അപ്പുറത്തേക്ക് പോയാൽ എന്തായി, -1 ആയി. സോ എക്സ് സമം 7 1 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടി, 6 എന്ന ഉത്തരം കിട്ടി. സോ എക്സ് ഈസ് ഈക്വൽ ടു 6 എന്ന ഉത്തരം കിട്ടി. കിട്ടിയോ, കിട്ടി. നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, സൈഡ്സ് ആണ് അല്ലേ, നമ്മൾ വശങ്ങൾ എന്നാണ് നമ്മൾ എടുത്തിരുന്നത്, ആണോ? അപ്പോൾ വശങ്ങൾ എക്സും x + 2 ആണ്.
അങ്ങനെയെങ്കിൽ നമുക്ക് ആൻസർ എഴുതുമ്പോഴും എന്തെഴുതണം? സൈഡ്സ് ഈസ് ഈക്വൽ ടു സൈഡ്സ് അല്ലെങ്കിൽ വശങ്ങൾ സമം വശങ്ങൾ സമം എക്സും x+2 ആണ്. അപ്പോൾ ഒരു നമ്പർ 6 ആണ്, അടുത്തത് 6+2 ആണ്. എത്രയാണ്? 8 ആണ്. ഓക്കെ, സെൻറ്റിമീറ്റർ എഴുതിയാക്കും കേട്ടോ. 6 സെൻറ്റിമീറ്റർ ആൻഡ് 8 സെൻറ്റിമീറ്റർ. പെർഫെക്റ്റ് ആൻസർ. എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? സംഭവം സിമ്പിൾ അല്ലേ? ഇനിയും മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി ആ വീഡിയോ ഒന്നും കൂടി കാണാൻ വേണ്ടി ശ്രമിക്കണം. കണ്ടു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊന്നും വലിയ സംഭവമല്ലാന്നേ, സിമ്പിളാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്കും വലിയ ബുദ്ധിമുട്ടാകുന്നത് ധരിക്കുകയേ ചെയ്യരുത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം ഇതാണ്. എ റെക്ടാങ്കിൾ ഈസ് ടു ബി മെയ്ഡ് വിത്ത് എ പെരിമീറ്റർ 100 meter ആൻഡ് ഏരിയ 525 square meters. വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ്? കഴിഞ്ഞ വർഷത്തെയൊക്കെ നോക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ട് വന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഒരു പക്ഷേ ഇങ്ങനത്തെ ടൈപ്പ് ചോദ്യങ്ങൾ ഇപ്രാവശ്യവും തുടർന്ന് പോയേക്കാം. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ ക്ലാസ് ആണ് എടുക്കുന്നതെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞേനെ ഇത് പരീക്ഷയ്ക്ക് വരുമെന്ന്. കാരണം ഒരുപാട് വട്ടം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ടൈപ്പ് ചോദ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം നമുക്ക് അങ്ങനെ തള്ളിക്കളയാനൊന്നും പറ്റില്ല. ചോദ്യത്തിലേക്ക് നോക്കാം. ഒരു ചതുരമുണ്ട്. ചതുരം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ റൈറ്റ് സൈഡിൽ ഒരു റഫായിട്ട് പെൻസിലും കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ചതുരം അങ്ങോട്ട് വരച്ചു. എന്നിട്ട് എന്താ പറഞ്ഞാൽ അതിൻ്റെ പെരിമീറ്റർ 100 meter ആണ്. ഏരിയ, ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 525 ഇതിൻ്റെ പരപ്പളവ്. ദെൻ ചതുരത്തിൻ്റെ വശങ്ങളുടെ നീളങ്ങൾ കാണാനാണ് പറഞ്ഞ്. വേറെ ഒരു സാധനവും തന്നിട്ടില്ല, പെരിമീറ്ററും തന്നിട്ടുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കണേ. പെരിമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ പെരിമീറ്റർ എന്തിൻ്റെ പെരിമീറ്റർ? ചതുരത്തിൻ്റെ പെരിമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 100 തന്നിട്ടുണ്ട് അല്ലേ? ചതുരത്തിൻ്റെ ചുറ്റളവ് കേട്ടോ, ചതുരത്തിൻ്റെ കേസ് മാത്രമാണ് പറയുന്നത്. ശ്രദ്ധിക്കണേ, ചതുരത്തിൻ്റെ ചുറ്റളവ് തന്നിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഇത് തന്നെയാണ്. നോക്കിയോ, L+B is equal to പെരിമീറ്റർ ബൈ 2. എന്താ? L+B is equal to പെരിമീറ്റർ ബൈ 2. അതായത് ചുറ്റളവ് ബൈ 2. ഏതിൻ്റെ കേസിലാണ് ഞാൻ പറഞ്ഞത്? റെക്റ്റാങ്കിളിൻ്റെ കേസിൽ കേട്ടോ. കാരണം 2 × L+B ആണ് പെരിമീറ്റർ. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ L+B = 2 അപ്പുറത്ത് കൊണ്ടേതാണ്. അങ്ങനെ പെരിമീറ്റർ ബൈ 2 എന്നാണ്. ഈ സാധനം മനസ്സിൽ എപ്പോഴും വരണം. ഓക്കെ, റെക്റ്റാങ്കിൾ കിട്ടിക്കഴിഞ്ഞാൽ പെരിമീറ്ററും തന്നു കഴിഞ്ഞാൽ നീളവും വീതിയും കൂട്ടിക്കഴിയുമ്പോൾ പെരിമീറ്ററിൻ്റെ ചുറ്റളവിൻ്റെ പകുതിയാണെന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ലെങ്കിൽ ആ ചിന്ത എപ്പോഴും മനസ്സിൽ വരണം. ഓക്കെ, ദെൻ അപ്പോൾ ആ ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു. ഇനി നമുക്ക് നോക്കാം. L+B = ഇവിടെ പെരിമീറ്റർ എത്രയാണ്? 100 ആണ്. 100/2 സമം നമുക്ക് എത്ര കിട്ടി? 50. നമ്മൾക്കറിയാം L+B. അപ്പോൾ നീളവും വീതിയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 50 എന്ന് കിട്ടും. സോ നമുക്ക് സൈഡ് C നീളവും വീതിയും സെപ്പറേറ്റ് എഴുതുന്നതിന് പകരം നമുക്ക് സൈഡ് എന്നറിയാം, വശങ്ങൾ എന്നെഴുതാം. വശങ്ങൾ സമം ലെറ്റ് സൈഡ് C വശങ്ങൾ സമം ഏതാണ്? നീളവും വീതിയും കൂട്ടി എത്ര കിട്ടും? 50 കിട്ടും. അപ്പോൾ ഒരു വശം x ആയിട്ട് എടുത്തു. എന്നാ നിങ്ങൾ പറ, അടുത്ത വശം എത്രയായിരിക്കും? ഒരു വശം എന്ന് വെച്ചാൽ നീളം കൂട്ടിക്കും. എന്നാ ഇനി അടുത്തത് വീതി കിട്ടാൻ എന്ത് ചെയ്യണം? ബ്രെഡ്ത്ത് കിട്ടാൻ എന്ത് ചെയ്യണം? രണ്ടും കൂടി കൂട്ടിയാൽ 50 കിട്ടുക. അപ്പോൾ ഒരെണ്ണം x ആണെങ്കിൽ അടുത്തത് എന്തായിരിക്കും? രണ്ടും കൂടി കൂട്ടി 50 കിട്ടുക. അപ്പോൾ അടുത്ത എത്രയായിരിക്കും? 50 - x ആയിരിക്കും കേട്ടോ. x - 50 അല്ല, 50 - x ആയിരിക്കും. രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടേണ്ടത്? 50 ആണ് കിട്ടുന്നത്. അപ്പം ഒരെണ്ണം x ആണെങ്കിൽ അടുത്തത് എന്തായിരിക്കും? 50 - x ആയിരിക്കും. നമുക്ക് ഇങ്ങനെ എഴുതാം. ഒന്ന് x ആണെങ്കിൽ അടുത്തത് എത്രയായിരിക്കും? 50 - x ആയിരിക്കും. 50 - x ആയിരിക്കും. ഇനി നമുക്ക് ഇക്വേഷൻ എഴുതാലോ. ഏരിയ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് സമം പരപ്പളവ്. നമുക്കറിയാം ചതുരത്തിൻ്റെ പരപ്പളവ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ L × B ആണ്. ലെങ്ത് × ബ്രെഡ് വിച്ച് ഈസ് ഈക്വൽ ടു അതെത്രയാണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെ കണ്ടുപിടിക്കും? ലെങ്ത് നമുക്കറിയാം. ഒന്ന് നമ്മൾ x ആയിട്ട് എടുത്ത അല്ലേ? അടുത്ത എത്രയാണ്?
50 മൈനസ് എക്സ് ആണ്. സാറേ നമ്മളിപ്പോൾ എഴുതി, ഇപ്പോൾ ഇങ്ങനെയല്ലല്ലോ എഴുതി, ഇത് എക്സും ഇത് 50 മൈനസ് എക്സ് എന്നാണല്ലോ എഴുതിയത്. നോ പ്രോബ്ലം, നിങ്ങൾ മാറ്റിക്കോ. മാറ്റിയാലും മാറ്റിയില്ലെങ്കിലും അവിടെ പ്രശ്നമില്ല. മാറ്റിയാലും മാറ്റിയില്ലെങ്കിലും പ്രശ്നമില്ല. ഇനി ഇത് എക്സ് എന്നും ഇത് 50 മൈനസ് എക്സ് എന്നും എടുത്തോ, നോ പ്രോബ്ലം. കാരണം ഗുണിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഗുണിച്ചു കഴിഞ്ഞാലും പ്രോബ്ലം ഇല്ല, നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടും. ഇനി നോക്കിക്കേ, ഇവിടെ എന്തെങ്കിലും നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുമോ? പറ്റും. കാരണം ഇതിൻ്റെ ഏരിയ എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഏരിയ എത്രയാണെന്നാണ് നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഏരിയ എത്രയാണെന്നാണ് പറഞ്ഞാൽ 525 അല്ലേ, 525 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇവിടെ എന്ത് എഴുതി വയ്ക്കാം? ഇതിൻ്റെ ഏരിയ 525 എന്ന് എഴുതി വയ്ക്കാം. കണ്ടോ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലേക്ക് നമ്മൾ അങ്ങോട്ട് എത്തി. ഇനി പേടിക്കാനേ ഇല്ല, നമുക്ക് ബ്രാക്കറ്റ് നേരത്തെ ചെയ്ത പോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എക്സ് ഇൻറ്റു 50 എക്സ് മൈനസ് ആണ് ചിഹ്നം, അതുകൊണ്ട് മൈനസ് ഇടണേ. എക്സ് ഇൻറ്റു എക്സ് എത്രയാ? എക്സ് സ്ക്വയർ സമം 525, 525. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ചെയ്തപ്പോൾ എക്സ് സ്ക്വയർ ആയിരുന്നു ആദ്യം വന്നിരുന്നത് അല്ലേ. ഇതിപ്പോൾ എക്സ് സ്ക്വയർ രണ്ടാമത് വന്ന് എന്താ ചെയ്യുക? അതും നമ്മൾ പഠിക്കണം. ഇവിടെ ചെറിയ അറേഞ്ച്മെൻറ്റുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ, കൂടുതലായിട്ടൊന്നും പഠിക്കുന്നില്ല. ഒരു കാര്യം കൂടി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു കാര്യം കൂടെ, ഒരു കുഞ്ഞിക്കാര്യം. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ഈ എക്സ് സ്ക്വയറിൻ്റെ ചിഹ്നം മൈനസ് ആണെങ്കിൽ എങ്ങനെ? എക്സ് സ്ക്വയറിൻ്റെ ചിഹ്നം മൈനസ്, ഇതിപ്പോൾ എങ്ങനെയാണ് തിരിച്ചറിയുക? എക്സ് സ്ക്വയറിൻ്റെ മുമ്പിൽ എന്തുണ്ടാവും? ഒരു മൈനസ് ചിഹ്നം ഉണ്ടാവും. മൈനസ് ചിഹ്നം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അത് പോസിറ്റീവാണ്. ഉണ്ടെങ്കിൽ ആ മൈനസിനെ മാറ്റണം, ആ മൈനസിനെ പ്ലസ് ആക്കണം. എങ്ങനെയാണ് ഒരു മൈനസിനെ പ്ലസ് ആക്കുക? എന്ത് ചെയ്താൽ മതി എന്നറിയോ? ആ ഇക്വേഷൻ മുഴുവൻ മൈനസ് കൊണ്ട് ഗുണിക്കുക. എന്ത് ചെയ്യണം? ആ ഇക്വേഷൻ മുഴുവൻ എന്ത് ചെയ്യണം? മൈനസ് കൊണ്ട് ഗുണിക്കുക. നമ്മൾ ഈ ഇക്വേഷൻ മുഴുവൻ മൈനസ് കൊണ്ട് ഗുണിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇനി മൈനസ് കൊണ്ട് ഗുണിക്കാൻ, ദൈവമേ മൈനസ് കൊണ്ട് ഗുണിക്കാൻ ബുദ്ധിമുട്ടാ? ഒരു ബുദ്ധിമുട്ടും ഇല്ല, ചിഹ്നങ്ങളൊക്കെ മാറ്റി എഴുതിയാൽ മതി. എന്ത് ചെയ്താൽ മതി? പ്ലസ് ആണെങ്കിൽ മൈനസ് ഇടുക, മൈനസ് ആണെങ്കിൽ പ്ലസ് ഇടുക, അത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ 50നെ നമ്മൾ എന്ത് എഴുതും? മൈനസ് 50 എക്സ്. ഈ മൈനസിന് പകരം നമ്മൾ എന്ത് എഴുതും? പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു, ഇവിടെ മാത്രം ചെയ്താൽ പോരാ, തിരിച്ചു വ്യത്യാസം കാണിക്കരുത്, പാഷ്വാലിറ്റി കാണിക്കരുത്, അപ്പുറത്ത് നമ്മൾ ചെയ്യണം. അങ്ങനെയെങ്കിൽ അവിടെയും ചിഹ്നം മാറി. അത് പോസിറ്റീവ് 525 ആയിരുന്നു, ഇപ്പോൾ അതെന്തായി? മൈനസ് 525 ആയി. ഇനി ഇവനെ ഒന്ന് ഓർഡറിൽ എഴുതാം. എക്സ് സ്ക്വയർ ആദ്യം വരുന്നതല്ലേ നമുക്കറിയാവുന്നത്, അതുകൊണ്ട് എക്സ് സ്ക്വയറിനെ ആദ്യം എഴുതിക്കോ. അടുത്തത് ഏതാ? മൈനസ് 50 ആണ് അല്ലേ. മൈനസ് 50 എക്സ് മൈനസ് 50 എക്സ് ഈക്വൽ ടു മൈനസ് 525. ഞാൻ എന്തെങ്കിലും ചെയ്തോ? പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തോ? ഇല്ല. അവരെ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു? ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി, അത് മാത്രമേ ചെയ്തുള്ളൂ, വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. ലിസൺ, ഇനി നമ്മൾ നേരത്തെ പഠിച്ച കാര്യം നമുക്ക് സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ് 50x പ്ലസ്, എങ്ങനെയാണ് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുന്നത്? ഇതിൻ്റെ പകുതിയുടെ വർഗം അല്ലേ, 50ൻ്റെ പകുതിയുടെ വർഗം. 50ൻ്റെ പകുതി എത്രയാണ് നിങ്ങൾക്കറിയാം? 25. 25ൻ്റെ സ്ക്വയർ എത്രയാണ്? അതും നിങ്ങൾക്കറിയാം, 625. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഇങ്ങനെ എഴുതാണ്, 625 ഈക്വൽ ടു മൈനസ് 525 പ്ലസ് ഈ 625നെ എവിടെ കൂട്ടണം? ഇവിടെയും കൂട്ടണം, എന്നാലേ ഇവൻ എന്താവുള്ളൂ? ബാലൻസ് ആവുകയുള്ളൂ. ബാലൻസ് ആവണ്ടേ? ഓക്കെ, ദെൻ ഇനി അടുത്ത സ്റ്റെപ്പോ, എക്സ് സ്ക്വയർ ആയതുകൊണ്ട് നമ്മൾ എക്സ് എഴുതി, മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് എഴുതി. നമ്മൾ നേരത്തെ ചോദ്യത്തിലൊക്കെ നമ്മൾ പ്ലസ് ആണ് എഴുതിയത്, മറക്കരുത്. നമ്മളിവിടെ എന്ത് ചെയ്തു? മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് എഴുതി. ഇതിൻ്റെ പകുതി എത്രയായിരുന്നു? 50ൻ്റെ പകുതി 25. ഇനി ഒന്നും നോക്കിയില്ല, നമ്മൾ ബ്രാക്കറ്റ് ഇട്ടു, സ്ക്വയർ ഇട്ടു. ഇസ് ഇറ്റ് ഓക്കെ? ദെൻ ഇനി അടുത്തത് എന്താ? മൈനസ് 525 പ്ലസ് 625. ഒരു മൈനസും പ്ലസും ആണെങ്കിൽ കുറയ്ക്കണം. 625 525 കുറച്ച് എളുപ്പമല്ലേ? എത്രയാ? 100. എത്രയാണ്? 100. കുറച്ച് നോക്കി, വേറെ വേറെ ചിഹ്നമായതുകൊണ്ട് പോസിറ്റീവ് 100. ഇനി സ്ക്വയർ കളയാൻ നമുക്ക് റൂട്ട് എടുക്കാം. എക്സ് മൈനസ് 25. ഇനി ബ്രാക്കറ്റ് എന്തിനാലേ? ബ്രാക്കറ്റ് വേണ്ട. എക്സ് മൈനസ് 25 is equal to root of 100. എന്തിനാ റൂട്ട് എടുത്തേ? ഇവിടുത്തെ സ്ക്വയർ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെടുത്തത്? റൂട്ട് എടുത്തത്. അങ്ങനെയെങ്കിൽ എക്സ് മൈനസ് 25 നിങ്ങൾക്കറിയാം, റൂട്ട് 100 എന്ന് പറഞ്ഞാൽ 10 ആണ്. ഓക്കെ,
കിട്ടി, ആൻസറിലേക്ക് എത്തി. ഇനി എന്ത് ചെയ്താൽ മതി? എക്സിൻ്റെ വില കണ്ടുപിടിച്ച് നമുക്ക് ആവശ്യമില്ലാത്ത -25 നമുക്കങ്ങ് തട്ടാം. -25 ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതെന്താവും? +25 ആകും. ആവില്ലേ? ആകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് സമം 35 എന്ന് കിട്ടി. എക്സ് എത്രയാന്ന് കിട്ടി? നമുക്ക് 35 എന്ന് കിട്ടി. ദെൻ അങ്ങനെയാണെങ്കിൽ അടുത്ത വശം ഏതായിരിക്കും? നമ്മൾ സൈഡ്സ് ഇങ്ങനെ എടുത്തേ, സൈഡ്സ് അല്ലെങ്കിൽ വശങ്ങൾ സമം. ഓക്കെ, നമ്മളോട് ചോദിച്ചതാണല്ലോ, എക്സ് അല്ല ചോദിച്ചത്. വശങ്ങൾ സമം നമ്മൾ എന്താ എടുത്തത്? എക്സ് എന്നും അടുത്തത് 50 - x എന്നുമാണ് എടുത്തത്. ആണോ? അങ്ങനെയല്ലേ എടുത്തത്? നോക്കിക്കേ, അങ്ങനെയാണോ എടുത്തത്? നോക്കിക്കേ, ആണോ? യെസ്, നമ്മൾ എടുത്തത് എങ്ങനെയായിരുന്നു? എക്സ് എന്നും 50 - x എന്നുമാണ് എടുത്തത്. അങ്ങനെയെങ്കിൽ ഉത്തരം എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഉത്തരം എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് നമുക്ക് കിട്ടി. എത്രയാ? ദാറ്റ് ഈസ് 35, 35. അടുത്തതോ 50 - 35 അല്ലേ? 35. 50 35 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 15 എന്ന് കിട്ടും അല്ലേ? സോ ദ സൈഡ്സ് ഈസ് ഈക്വൽ ടു 35 ആൻഡ് മീറ്റർ ആണോ സെൻറ്റിമീറ്റർ ആണോ? എന്താണ് തന്നിരിക്കുന്നത്? സെൻറ്റിമീറ്റർ ആണെങ്കിൽ 35 സെൻറ്റിമീറ്റർ ആൻഡ് 15 സെൻറ്റിമീറ്റർ. 15 സെൻറ്റിമീറ്ററും 35 സെൻറ്റിമീറ്ററും. ബുദ്ധിമുട്ടുണ്ടോ? തുടക്കത്തിൽ ഇങ്ങനെ വരുന്ന സമയത്ത് എന്തോ ഒരു വശപ്പിശൊക്കെ തോന്നിയതല്ലാണ്ട് ഇത് വളരെ സിമ്പിൾ അല്ലേ? ഒരു പ്രാവശ്യം കൂടി ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് പക്ക എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ചോദ്യം നോക്കിയാലോ. നമ്മൾ വെറൈറ്റി ടൈപ്പ് ഒരേ സാധനം തന്നെ റിപ്പീറ്റ് ചെയ്യാതെ വേറെ വേറെ ടൈപ്പ് ചോദ്യങ്ങളാണ് നോക്കുന്നത് കേട്ടോ. കാരണം ഇങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾ പരിചയിച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ചോദ്യം കാണുമ്പോൾ ഇന്നതാണല്ലോ എന്ന് നമ്മുടെ മനസ്സിലേക്ക് വന്നോളും. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതാ കിടക്കുന്നു. The product of two consecutive odd numbers is 195. What are the numbers? തുടർച്ചയായ 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം 195 ആണെങ്കിൽ സംഖ്യകൾ ഏതെല്ലാം? തുടർച്ചയായ നമ്പറുകൾ, കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. സോ ആദ്യം തന്നെ നമുക്ക് എഴുതാം. ലെറ്റ് the numbers is equal to numbers, സംഖ്യകൾ സമം സംഖ്യകൾ. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ടേക്ക് എ നമ്പർ ആസ് എക്സ് എന്നോ നമ്പർ ആസ് എൻ എന്നോ ചോദിക്കും. ഇതല്ലാതെ വേറെ ചോദിക്കാറില്ല കേട്ടോ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ നമ്മൾ ലെറ്റ് എക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ചോദ്യത്തിൽ പറഞ്ഞ പോലെ നേരിട്ട് അങ്ങോട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ലെറ്റ് ദ നമ്പർ ഈസ് ഈക്വൽ ടു ഒരു നമ്പർ എക്സ്. കോൺസിക്യൂട്ടീവ് പ്രോഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ്. ഒറ്റ സംഖ്യകൾ എങ്ങനെയാണ് കൂടി പോവുക? 2 കൂടിയാ പോവുക ഒറ്റ സംഖ്യ അല്ലേ? 1, 3, 5, 7, 9 അല്ലേ? 1, 3 ആണോ? 1, 2, 3, 2, 5, 2, 7, 2, 9, 2, 11, 2, 14 അല്ലേ? 2 കൂടിയാണ് പോവുക. അപ്പോൾ ഒരു നമ്പർ എക്സ് ആണെങ്കിൽ അടുത്ത നമ്പർ എത്രയായിരിക്കും? x+2 ആയിരിക്കും അല്ലേ? ഒരു നമ്പർ 3 ആണെങ്കിൽ അടുത്ത ഒറ്റ സംഖ്യ ഏതാ? 5, 3, 2, 5. ഒരു നമ്പർ 7 ആണെങ്കിൽ അടുത്ത ഒറ്റ സംഖ്യ ഏതാ? 7, 2, 9. 2 കൂടിയാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഒരു നമ്പർ എക്സ് ആണെങ്കിൽ അടുത്ത നമ്മൾ എത്ര എടുത്തത്? x+2 എന്ന് നമ്മൾ എടുത്തത്. ആണോ? x+2 എന്ന് നമുക്ക് കിട്ടി. ഇനി എന്താ പറഞ്ഞത്? ഇതിന്റെ പ്രൊഡക്റ്റ് എന്നാ പറഞ്ഞത് അല്ലേ? ഗുണിച്ചു. അപ്പോൾ എക്സ് ഗുണിക്കണം x+2 ഗുണിക്കണം എന്നുള്ളതിന് പകരം നമുക്ക് എന്തിട്ടാൽ മതി? ബ്രാക്കറ്റ് ഇട്ടാൽ മതി. x × x+2 സമം ഈക്വൽ ടു എത്രയാ? 195 195 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഇത് വളരെ എളുപ്പത്തിൽ നമ്മൾ ചെയ്യുന്ന രീതിയിലേക്ക് തന്നെ വന്നു. ഇനി ബ്രാക്കറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യണം. x × x x² പ്ലസ് x × 2 2x is equal to 195 195. ഇനിയോ സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാം. x² പ്ലസ് 2x പ്ലസ് 2ന്റെ പകുതിയുടെ സ്ക്വയർ. ഈ സാധനമൊക്കെ നമുക്ക് നല്ല പരിചയമുള്ള സാധനമാണ്. കണ്ടോ, ഒരു സാധനം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചെയ്തൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ കാണുന്നതെല്ലാം അങ്ങനെ തന്നെയായിരിക്കും. നമുക്കറിയുന്ന സാധനങ്ങളേടാ പരീക്ഷയ്ക്ക് ചോദിക്കുകയുള്ളൂ. 2 ഹരിച്ചാൽ 2/2 1² is equal to 1. അതായത് ഇവിടെ കൂടുന്ന നമ്പർ എത്രയാണ്? 1. ഇതേപോലത്തെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം കണ്ടു കഴിഞ്ഞ് ഇനി അടുത്ത് മെനക്കെടാതെ തന്നെ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പ് എഴുതാൻ നമുക്ക് പറ്റണം. വിച്ച് ഈസ് ഈക്വൽ ടു 195 പ്ലസ് ഇവിടെ 1 കൂട്ടി, ഇവിടെയും എന്ത് ചെയ്യണം? 1 കൂട്ടണം.
അല്ലേ, ബാലൻസ് ചെയ്യാൻ. ഇത് നമുക്കറിയാം ഏതിൻ്റെയാണ്, x+1² എക്സ്പാൻഡഡ് ഫോമാണ് അല്ലേ. ഇനി അത് മനസ്സിലാകാത്തവർക്ക് നോക്കി, x² ആണെങ്കിൽ x, പ്ലസ് ആണെങ്കിൽ പ്ലസ്, 2 ആണെങ്കിൽ 2ൻ്റെ പകുതി എത്രയായിരുന്നു, 1² = 196. സ്ക്വയർ കളയാൻ റൂട്ട് എടുക്കണം, അപ്പോൾ നമ്മൾ സ്ക്വയർ കളഞ്ഞ് x+1 = √196, √196. x+1 = 196ൻ്റെ സ്ക്വയർ. ഏതിൻ്റെ സ്ക്വയർ 196? 14ൻ്റെ സ്ക്വയർ ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ √196 എന്ന് പറയുന്നത് എത്രയായിരിക്കും, 14 ആയിരിക്കും. നമുക്ക് വേണ്ടത് x ആണ്. നമുക്കപ്പോൾ ആരെ തട്ടണം, +1നെ തട്ടണം. +1നെ നമുക്ക് തട്ടിക്കഴിഞ്ഞാൽ +1 അവിടെ പോയി കഴിഞ്ഞാൽ -1 ആകും. സോ x = 14 - 1 എന്ന് പറഞ്ഞാൽ അത് 13 ആണെന്ന് നമുക്കറിയാം. സോ x = 13. ഒരു ഓഡ് നമ്പർ കിട്ടി. നമ്മുടെ ചോദ്യം നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു എന്നായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി എന്ത് എഴുതി വയ്ക്കാം, ദ നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു നമ്പേഴ്സ്, സംഖ്യകൾ സമം. ഒരു നമ്പർ എന്ത് കിട്ടി നമുക്ക്, 13 എന്ന് കിട്ടി. അടുത്തത് x+2 ആണ് അല്ലേ. 13 + 2 15. നമുക്ക് ആൻസർ കിട്ടി. എന്ത് എളുപ്പം, എന്ത് രസം, സിമ്പിളായിട്ട് കിട്ടിയില്ലേ. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം. How many terms of the arithmetic sequence 5, 7, 9 must be added to get 140 as the sum? അതായത് 5, 7, 9 എന്ന് തുടങ്ങുന്ന സമാന്തര ശ്രേണിയിലെ എത്ര പദങ്ങളുടെ തുകയാണ് 140. എത്ര പദങ്ങളുടെ തുകയാണ് 140. എളുപ്പമായിട്ട് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ചെയ്തു തുടങ്ങാം. റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ നോക്കാം. അരിത്തമെറ്റിക് സീക്വൻസ് അവനെങ്ങ് എഴുതി വെച്ചേക്കാം. സമാന്തര ശ്രേണിയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏതെങ്കിലും 2 പാഠവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾക്കൊക്കെ നല്ല പ്രാധാന്യം കൊടുക്കണം. കാരണം വരുവാൻ ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പം നമുക്ക് ഇവനെ എന്ത് ചെയ്യാം, ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കണക്കാക്കാം. അങ്ങനെയെങ്കിൽ 5, 7, 9 എന്ന് തുടങ്ങുന്ന സമാന്തര ശ്രേണിയിലെ എത്ര സംഖ്യകളുടെ തുകയാണ് 140? എത്ര പദങ്ങളുടെ നമുക്കറിയില്ല. അപ്പം നമ്മൾ എന്ത് വിചാരിക്കുന്നു, n പദങ്ങളുടെ എക്സ് എന്നുള്ളത് ഒഴിവാക്കുകയാണ്. എന്തുകൊണ്ടാണെന്നറിയോ, നമ്മൾ ഇതിൻ്റെയൊക്കെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ പാഠത്തിൽ പഠിച്ചതുകൊണ്ട് നമ്പർ ഓഫ് ടൈംസിനെ നമ്മൾ n എന്നല്ലേ എടുത്തല്ലേ, പദങ്ങളുടെ എണ്ണം n. അപ്പോൾ n നമ്പർ ഓഫ് ടൈംസ് അല്ലെങ്കിൽ സം ഓഫ് n ടൈംസ്, n പദങ്ങളുടെ തുകയാണ് 140 എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അപ്പോൾ n പദങ്ങളുടെ തുകയാണ്, സം ഓഫ് n ടൈംസ് ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, n പദങ്ങളുടെ തുക കാണണം. n പദങ്ങളുടെ തുക ഇല്ലെങ്കിൽ ഓൾജിബ്രൈക് ഫോം, എന്തിൻ്റെ, സമ്മിൻ്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ഓഫ് സം, തുകയുടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കണം. മനസ്സിലായോ? എന്ത് കണ്ടുപിടിക്കണം, തുകയുടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കണം. തുകയുടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കണമെങ്കിൽ ശ്രേണിയുടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കണം. ശ്രേണിയുടെ, അതായത് സീക്വൻസിൻ്റെ ആൾജിബ്രൈക് ഫോം നമുക്ക് അറിയണം. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് എഴുതി വയ്ക്കും, ഫസ്റ്റ് ടൈം എഴുതി വയ്ക്കും. എത്രയാ, 5. കോമൺ ഡിഫറൻസ് എത്രയാ, പൊതുവ്യത്യാസം നമുക്കറിയാം, 7 ൽ 5 കുറച്ചാൽ 2. എന്നിട്ട് ശ്രേണിയുടെ ബീജഗണിത രൂപം, ആൾജിബ്ര എക്സ്പ്രഷൻ ഓഫ് ദ സീക്വൻസ് നമുക്കറിയാം. xn = dn + f - d. xn = dn + f - d. സോ xn = d എത്രയാ, 2. 2n + f - d, 5 - 2. സോ നമുക്ക് എന്ത് കിട്ടി, xn = 2n + 3 എന്ന് കിട്ടിയോ? തുക ശ്രേണിയുടെ ബീജഗണിത രൂപം കിട്ടി, ആൾജിബ്ര എക്സ്പ്രഷൻ ഓഫ് ദ സീക്വൻസ്. അല്ലെങ്കിൽ എന്തടേം, എന്നാം പദം നമുക്ക് കിട്ടി. ഇങ്ങനെയൊക്കെ അവന്മാരെ വിളിക്കാം. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, സമ്മിൻ്റെ ആൾജിബ്രൈക് ഫോമാണ്, തുക കണ്ടുപിടിക്കണം. തുകയുടെ ബീജഗണിത രൂപം, തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. Sn = n/2 × x1 + xn. x1 + xn. ഇനി ഇതിലേക്ക് കൊടുക്കണം നമുക്ക്. Sn = n/2 × x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്. x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്. ഫസ്റ്റ് ടേം എത്രയാണ്, 5 ആണ് നമുക്കറിയാം. അപ്പം നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം,
5 എന്നുള്ള നമ്പർ കൊടുക്കുക അല്ലേ. 5 പ്ലസ് എക്സ് എൻ, അതല്ലടാ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന മക്കളെ, ഇതാണ് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് എന്നിന് ആ വിലയും കൊടുത്തേക്കാം. എന്താ, 2n + 3 എക്സ് എൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുമ്പത്തെ പാഠത്തിൽ സാറ് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണിത് നമ്മൾ തുകയുടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കുന്നത്. എന്നുള്ള ടൈം ആദ്യം എഴുതണം. എന്നുള്ള ടൈം ഇവിടെ 2n ആണ്, അവൻ ആദ്യം എഴുതി. ഇനി ബാക്കിയുള്ള നമ്പറുകൾ കൂട്ടാനോ കുറയ്ക്കാനോ ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ട് എഴുതണം. അപ്പോൾ 5 + 3 5 + 3 എന്നാണ്. 5 + 3 എത്രയാണ്, 8 ആണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതി, 8 എന്ന് എഴുതി. 2n + 8 എന്ന് എഴുതി. മനസ്സിലായില്ലേ? ആയില്ലേ? ഈ നമ്പറുകൾ രണ്ടും കൂട്ടി നമ്മൾ എഴുതി. ഇനി n/2 കൊണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഓരോന്നിനെ നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് ഇതിനെ ഗുണിക്കാം, ഇങ്ങനെ ഗുണിക്കാം. ഓക്കെ, അപ്പം നോക്കിക്കേ, നമ്മൾ എന്ത് ചെയ്യാണ്, വിച്ച് ഈസ് ഈക്വൽ ടു n/2 × 2n, n × n n². അപ്പോൾ 2n². നമ്മൾ n/2 കൊണ്ട് ഗുണിച്ചോട്ടെ, താഴെ 2 കൂടി ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ത് എഴുതിയേക്കുക, 2 എഴുതിയേക്കുക. അവിടെ എന്ത് എഴുതിയേക്കുക, 2 എഴുതിയേക്കുക. ദെൻ ചിഹ്നം നോക്ക്, പ്ലസ് ആണ്. ഇനി n × 8, 8n. നമ്മൾ n/2 കൊണ്ടാണ് ഗുണിച്ചത്. അപ്പോൾ താഴെ ആര് വേണം, എല്ലാ സമയത്തും ആര് വലിഞ്ഞു കയറി വരും, /2 ഇങ്ങനെ വലിഞ്ഞു കയറി വരും എന്ന് ഓർത്താൽ മാത്രം മതി. സോ ഇനി നമുക്ക് വെട്ടിഹരിക്കാൻ പറ്റുന്ന നമ്പർ ആണെങ്കിൽ വെട്ടിഹരിക്കണം. ഏതുകൊണ്ട്, 2 കൊണ്ട്. 2 കൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലേ, പറ്റൂലേ. 2 2-ൽ എത്ര പ്രാവശ്യം പോകും, ഒരു പ്രാവശ്യം. 2 8-ൽ എത്ര പ്രാവശ്യം പോകും, 4 2 8. നമുക്കറിയാം 1n² + 4n. ഓക്കെ, ഇവനെ നമുക്ക് എങ്ങനെ എഴുതാം, 1n², 2 രീതി എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. n² + 4n, അതായത് 1n എന്ന് എഴുതുന്നതിനെക്കാട്ടും 1n എന്ന് പറഞ്ഞ n² എന്ന് പറഞ്ഞാൽ എന്താ, n² തന്നെയാണ്. ഓക്കെ, ഒന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറില്ല, എഴുതാറില്ല. അങ്ങനെ n² എന്ന് മാത്രമേ എഴുതാറുള്ളൂ. അപ്പം നമുക്ക് ഇങ്ങനെ അങ്ങ് എഴുതിയേക്കാം. അപ്പോൾ നമുക്ക് n² + 4n. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എ സം ഓഫ് n ടൈംസ്. n പദങ്ങളുടെ തുകയാണ്, ആണോ? അപ്പോൾ n പദങ്ങളുടെ തുക, സം ഓഫ് n ടേംസ്. n പദങ്ങളുടെ തുക, n പദങ്ങളുടെ തുക നമുക്ക് എത്രയാന്ന് കിട്ടി, എന്ത് കിട്ടി, n² + 4n. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ ഒരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എത്രയോ പദങ്ങളുടെ തുകയാണ് എന്ത്, 140. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ എന്ത് സങ്കല്പിക്കണമെന്ന്, സം ഓഫ് n ടൈംസ് ആണ്, n പദങ്ങളുടെ തുകയാണ് 140 എന്ന് നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ്. എന്നിട്ടാണ് നമ്മൾ കണക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സാധനം ഇപ്പം കിട്ടി. എന്ത് കിട്ടി, സം ഓഫ് n ടൈംസ് എത്രയാണെന്ന് കിട്ടി. അതെത്രയാ, n² + 4n. അതെത്രയാണ് നമ്മൾ കണക്കാക്കണം, 140. കാരണം എത്രയോ പദങ്ങളുടെ തുക എത്രയാണ്, 140 ആണ്. എത്ര പദങ്ങൾ കൂട്ടിയാലാണ് അത് കിട്ടുക എന്നാണ് ചോദിച്ചത്. അപ്പോൾ 140. ഇത് കണ്ടോ, ഇത് നമ്മൾ പഠിച്ച പോലെ തന്നെ ആയില്ലേ. എക്സിന് പകരം അവിടെ n വന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വർഗത്തികവ് ഉപയോഗിക്കാം. n², എക്സിന് പകരം n എന്ന് മാത്രം ചിന്തിച്ചാൽ മതിയടാ, വേറെ ഒന്നുമില്ല. 4n പ്ലസ് എന്നിൻ്റെ കൂടെയുള്ള സംഖ്യയുടെ പകുതിയുടെ സ്ക്വയർ, 4ൻ്റെ പകുതി 2, അതിൻ്റെ സ്ക്വയർ എത്ര കിട്ടും, 4ൻ്റെ പകുതി എത്രയാണ്, 2. 2ൻ്റെ സ്ക്വയർ എത്രയാ, 2², വിച്ച് ഈസ് ഈക്വൽ ടു 4 അല്ലേ. അപ്പോൾ നമുക്കിവിടെ കൂട്ടേണ്ട സംഖ്യ ഏതാണ്, 4. സമം ഇവിടെ മാത്രം കൂട്ടിയാൽ മതിയോ, പോരാ, ഇവിടെയും കൂട്ടണം, +4. നോക്കിക്കേ, സംഭവം സിമ്പിളായില്ലേ. 4n + 4 = 144, 144, 144. ഇനി നമുക്ക് എന്ത് ചെയ്യാം, n² ഉള്ള സ്ക്വയർ കളഞ്ഞ് n എഴുതാം, പ്ലസ് 4ൻ്റെ പകുതി എത്രയാ, 2, ദ ഹോൾ സ്ക്വയർ. സ്ക്വയർ ഇട്ടാൽ മതി എന്ന് സാറ് പറഞ്ഞായിരുന്നു അല്ലേ. ഹോൾ സ്ക്വയർ = 144. ഇനി നിങ്ങൾ പൊളിക്കും, നിങ്ങൾക്കറിയാം ബാക്കി കാര്യങ്ങളൊക്കെ. എന്താണ്, സ്ക്വയർ കളയണം. സ്ക്വയർ കളയാൻ എന്ത് ചെയ്യണം, റൂട്ട് എടുക്കണം. അങ്ങനെയെങ്കിൽ n + 2 = √144. നിങ്ങൾക്കറിയാം n + 2 √144 എത്രയാ, 12 ആണ് അല്ലേ. n + 2 = 12, 12. അങ്ങനെയെങ്കിൽ n = 12. ഈ +2നെ നമുക്കിനി തട്ടണം. +2നെ നമ്മൾ അപ്പുറത്തേക്ക് തട്ടി എന്താ ഇവിടെ, -2 ആകും. മക്കളെ അങ്ങനെയല്ലേ, ആണോ? അതെ. 12ൽ നിന്ന് 2 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും, 10 എന്ന് കിട്ടും.
സോ എൻ എൻ വാട്ട് ഇസ് എൻ? നമ്പർ ഓഫ് ടേംസ് അല്ലേ? പദങ്ങളുടെ എണ്ണം നമുക്ക് എത്ര കിട്ടി? 10 കിട്ടി. സോ നമുക്ക് ആൻസർ അങ്ങ് എഴുതി വെച്ചാലോ എന്താ എഴുതേണ്ടത്? നമ്പർ ഓഫ് ടേംസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ്. എത്ര പദങ്ങളുടെയാന്നല്ലേ ചോദിച്ചത്? അങ്ങനെയെങ്കിൽ പദങ്ങളുടെ എണ്ണം, എത്ര പദങ്ങൾ കൂട്ടിയാലാണ് 140 കിട്ടുക? പദങ്ങളുടെ എണ്ണം അത്ര എഴുതിയാൽ മതി. നീട്ടി വലിച്ച് ഒരുപാടൊന്നും എഴുതണ്ട. സമം 10. പെർഫെക്റ്റ് ആൻസർ. കണ്ട നമ്മൾ ഏതൊക്കെ അരിത്തമെറ്റിക് സീക്വൻസും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനും തമ്മിൽ എന്ത് ചെയ്തു? അതിനെ അങ്ങ് മെർജ് ചെയ്തു. കിട്ടിയോ? സംശയം എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ഒന്നും കൂടി റീവൈൻഡ് ചെയ്ത് കാണാൻ മറക്കണ്ട. സിമ്പിളല്ലേ, ബുദ്ധിമുട്ടൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നമുക്ക് ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത്, നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് കഴിഞ്ഞു. ഇനി 2 ആൻസറുകൾ വരുന്നതാണ്. 2 ആൻസറുകൾ വരുന്ന ചോദ്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയുള്ളത്. അത് എങ്ങനെയാണെന്ന് ആദ്യം പറയാം. ഇപ്പോൾ ഞാനൊരു നമ്പർ ഇവിടെ എഴുതുകയാണ്. -2 സ്ക്വയർ എത്രയാണ്? -2 ഇൻറ്റു -2 വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവ് 2 ഇൻറ്റു 2 4. 2 സ്ക്വയർ എന്ന് ഞാൻ എഴുതുകയാണ്. അതെത്രയാ? 2 ഇൻറ്റു 2 അല്ലേ? -2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ -2 ഇൻറ്റു -2, മൈനസും മൈനസും കുടിക്കുമ്പോൾ പോസിറ്റീവ് ആകും. 2 ഇൻറ്റു 2 4 ആവും. ഇനി 2 സ്ക്വയർ നിങ്ങൾക്കറിയാം, 2 ഇൻറ്റു 2 എത്രയാണ്? 4 ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാൻ √4 എന്ന് പറഞ്ഞാൽ, അതായത് √4 എന്ന് പറഞ്ഞാൽ ഏത് സംഖ്യയുടെ സ്ക്വയർ ആണ് റൂട്ട് എന്നാണ് അർത്ഥം. അല്ല സോറി, ഏത് സംഖ്യയുടെ സ്ക്വയർ ആണ്? 4 എന്നാണ് അർത്ഥം. ഓക്കെ, √4 എന്ന് പറഞ്ഞാൽ അപ്പോൾ √4 ഏത് സംഖ്യയുടെ സ്ക്വയർ ആണ്? 2ൻ്റെ സ്ക്വയർ ആണ്. ഒപ്പം -2ൻ്റെ സ്ക്വയറും എന്ത് തന്നെയാണ്? 4 ആണ്. അപ്പം നമുക്കിവിടെ 2 ആൻസർ വന്നു. അതായത് √4 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? -2 എന്ന് എഴുതാം, നമുക്ക് +2 എന്ന് എഴുതാം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എന്ത് എഴുതി വെച്ചത്? +or-2 എന്ന് എഴുതി വെച്ചത്. √4 ഈസ് ഈക്വൽ ടു +or-2. അതായത് 2 ഉത്തരങ്ങൾ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇങ്ങനെ 2 ഉത്തരങ്ങൾ വരുന്ന ടൈപ്പ് ചോദ്യങ്ങളാണ്. എന്തായാലും ഈ വർഷം അതും കൂടിയേ ഉള്ളൂ എന്ന് നമ്മുടെ ഈ ചാപ്റ്ററിൽ. ഓക്കെ, അപ്പോൾ ഓണപരീക്ഷയ്ക്കുള്ള കാര്യത്തിൽ അത്രയും കാര്യങ്ങൾ മാത്രം മതിയാവും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തായാലും കാണാം. ടേക്ക് കെയർ.